ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൊട്ടീൻ കണ്ടാലോ. ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ദിവസത്തെ റൊട്ടീൻ വേറെ വേറെ റൊട്ടീൻസാണ് ഗൈസ്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലായിരിക്കുമ്പോൾ വേറൊന്ന്, ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ വേറൊന്നാണ് ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കാലത്ത് നമ്മളൊരു 6:45 അപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഉമ്മച്ചി ഇതാ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയി ഫ്രഷായി ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് വേഗം വന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇപ്പോൾ ഡോക്ടർ അധികം തന്നെ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാലത്ത് എഴുന്നേറ്റ് ഒരു 2-3 കവള് വെള്ളമൊക്കെ കുടിക്കും കേട്ടോ. ശരിക്കും ഒരു 2 ഗ്ലാസ് വെള്ളം അങ്ങനെ കുടിക്കണം എന്നാണ്. പക്ഷേ കാലത്ത് തന്നെ ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ അത്ര അങ്ങോട്ട് പറ്റില്ല. അതുകൊണ്ട് 2-3 കവളൊക്കെ കുടിച്ചിട്ട് പിന്നെ അങ്ങനെ ഇരിക്കും ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ബാക്കി പരിപാടിയിലേക്കൊക്കെ കിടക്കണം കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് എന്തോ ഭയങ്കര മടിയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം തന്നെ നിസ്കരിക്കാമെന്ന് വിചാരിച്ച് വേഗം തന്നെ പോയി വുളുവൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വാപ്പ പള്ളിയിലൊക്കെ പോയി വന്നിട്ടുണ്ട്. പിന്നെ ഐറമോൾ എഴുന്നേറ്റിട്ടില്ല, അവൾ നല്ല ഉറക്കമാണ്. ഇനി അവൾ എഴുന്നേക്കണേക്ക് മുമ്പ് ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ മോർണിംഗ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് തീർക്കണം. അപ്പോൾ നമ്മൾ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ഒരു നോദ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേഗം കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി പുട്ടാണെന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്, പിന്നെ പുട്ടും ചിക്കൻ കറിയാണ്. അങ്ങനെ അതൊക്കെ അവിടെ ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പച്ചക്കറി ഉണ്ടോ എന്ന് ആക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ വാപ്പിച്ച് പറഞ്ഞ് കുറച്ച് ചീര നിൽക്കുന്നുണ്ട്, അത് പറിച്ചെടുത്തോ, അപ്പോൾ നമുക്കത് ഉച്ചക്കത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ അതൊക്കെ പറിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരാൾ ബബ്ലൂസൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചീര പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഗൈസ് നിൽക്കണേ. അങ്ങനെ നമുക്ക് ഒരു പിടിയൊന്നും കിട്ടിയില്ല, വളരെ കുറച്ച് ചീരയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു നേരത്തേക്ക് എന്തായാലും നമുക്കത് മതി. അങ്ങനെ അത് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ കുറച്ച് തുണികളൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വേഗം തന്നെ വിരിച്ചിടാണ് കേട്ടോ. പിന്നെ കാലത്ത് നമ്മുടെ വീട്ടിലാകുമ്പോൾ നമുക്ക് അധികം പണിയൊന്നും ഉണ്ടാവില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ നിന്നാൽ മതി. അങ്ങനെ അതൊക്കെ ചെയ്ത് വയ്ക്കുകയാണ്. അനിയത്തിമാർ ഒരാൾ ക്ലാസ്സിൽ പോയി, ഒരാളവിടെ കിടന്ന് നല്ല ഉറക്കമാണ്. ഇന്നലെ അവൾ ഇന്നലെ മലപ്പുറത്ത് നിന്ന് എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം എല്ലാ തുണികളും കൊണ്ടുവന്ന് വിരിച്ചിട്ടിട്ട് പിന്നെ ഞാൻ നമ്മൾ നേരത്തെ പറിച്ചെടുത്ത ചീരയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അത് അരിഞ്ഞെടുത്തിട്ട് വേഗം ഒരു ഒലത്തുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മറ്റേ നമ്മൾ കട്ട് ചെയ്യണ സാധനം എൻ്റെ കയ്യിൽ ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നത് കാണുന്നില്ല. പിന്നെ ഞാനൊരു പാത്രമൊക്കെ അമർത്തി വെച്ച് അതിൻ്റെ മുകളിലാണ് അരിയണം കേട്ടോ. അങ്ങനെ നമ്മളതിന് ശേഷം ചീരയൊക്കെ ഒലത്തി പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കാലത്തത്തെ വിശേഷം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.